ഒരു സീസൺ ഓപ്പണറിൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസ് മാത്രമല്ല അവരുടെ ആരാധകരും. കാരണം കഴിഞ്ഞൊരു 14 വർഷം എടുത്ത് നോക്കിയാൽ മുംബൈ ഇന്ത്യൻസ് IPL ജയിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 2012 അവസാനമായിട്ട് IPL ആദ്യ മത്സരം മുംബൈ ഇന്ത്യൻസ് ജയിച്ചത്. എന്നാൽ 2012 ഇപ്പുറത്തേക്ക് നോക്കിയാൽ മുംബൈ 5 തവണ കിരീടം ചൂടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. തുടർച്ചയായി 19-ലും 20-ലും കിരീടം ചൂടിയപ്പോഴും മുംബൈ തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. 13-ലും 15-ലും 17-ലും കിരീടം ചൂടിയപ്പോഴും മുംബൈ തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. എന്നാൽ ഇക്കുറി വിജയിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് തുടങ്ങുന്നത്. ഹർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു നിമിഷം കൂടിയായിരിക്കും ഇത്. എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ ബോളേഴ്സിനെ പ്രശംസിക്കാതെ വയ്യ. കാരണം ഈ മത്സരം ബോളേഴ്സിന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് മുംബൈ ജയിച്ചതെന്ന് ഞാൻ പറയും. ബാറ്റേഴ്സ് ഒബ്വിയസ്ലി ആ ഒരു ട്രാക്കിൽ ബാറ്റ് ചെയ്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ കൊൽക്കത്തയുടെ ബാറ്റേഴ്സും ആ ഒരു സ്റ്റാർട്ട് നൽകിയത് നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് 10 ഓവേഴ്സിൽ 130 ഉണ്ടായിരുന്ന കൊൽക്കത്തയെ പിടിച്ചു കെട്ടിയത് ഷർദുൽ താക്കൂറിന്റെയും ഹർദിക് പാണ്ഡ്യയുടെയും വിക്കറ്റ് ടേക്കിംഗ് സ്പെല്ലാണെന്ന് ഞാൻ തീർത്തു പറയും. കാരണം ഷർദുൽ താക്കൂർ 4 ഓവറിൽ 35 മാത്രം വിട്ടുകൊടുത്ത് എടുത്ത 3 വിക്കറ്റ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടോപ്പ് 3 ആണ്. അതായത് ഫിന്നലൻ, അജിൻക്യ രഹാനെ, അതുപോലെ തന്നെ ക്യാമറൂൺ ഗ്രീൻ. ഈ 3 പേരും വമ്പൻ ഫോമിലാണ് തുടങ്ങിയത്. അതിനുശേഷം 50 അടിച്ച രഘുവൻഷിയെ ഹർദിക് പാണ്ഡ്യ പുറത്താക്കുകയും ചെയ്തു. അതായിരുന്നു മത്സരത്തിന്റെ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ 250 പോകേണ്ട ടോട്ടൽ മുംബൈ ഇന്ത്യൻസിന് 220 ഉള്ളിൽ പിടിച്ചു നിർത്തുവാൻ സാധിച്ചു. അവിടെ നിന്ന് അവർക്ക് ഒരു തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു. രോഹിത് ശർമ്മ, റിക്കിൾട്ടൺ സ്റ്റാർട്ട് ഒന്നും പറയാനില്ല. ഇരുവരും ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തെന്നുള്ളതാണ്. രോഹിത് സ്കോർഡ് 78, റിക്കിൾട്ടൺ സ്കോർഡ് 81. അത് കഴിഞ്ഞ ശേഷം വന്ന തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് ആൻഡ് ഹർദിക് പാണ്ഡ്യ എല്ലാവരും മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്തപ്പോൾ മുംബൈക്ക് തിളക്കമാർന്നൊരു വിജയം സ്വന്തമാക്കാൻ കഴിയുന്നു. അങ്ങനെ 14 വർഷത്തിന് ശേഷം ഞങ്ങൾ വിജയിച്ചുകൊണ്ട് തുടങ്ങുകയാണ് IPL.